ഈ ലോകത്തൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്, തെറ്റുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലയോ? അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് നല്ലത്. നമ്മൾ കുറേ നാൾ ഏറ്റവും നല്ല പവർഫുള്ളായിട്ട് പറയാൻ പറ്റുന്ന മെഡിസിൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരം കഴിക്കുന്ന സാധനങ്ങൾ, ഡ്രിങ്ക്സ് ഐറ്റംസ്, മെഡിസിൻസ് ഒക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾക്ക് ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരുപാട് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്, നമ്മളത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സ് അതുകൊണ്ട് നമ്മൾ ബാഗിൽ കഴിച്ചതുകൊണ്ട് ഇപ്പോൾ സൈഡ് എഫക്ട്സ് ഈ ബാൻ ചെയ്തുകൊണ്ട് മാറുന്നില്ല. അപ്പം നാളെ ചിലപ്പോൾ അത് അനുഭവിക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അന്നേരവും നമ്മൾ ആ സാധനം മേടിച്ച് കഴിച്ചതും ഇതും ഒന്നും പറഞ്ഞ പോലെ ആ അനുഭവിക്കുന്നതിനകത്ത് ഒരു ഡിസ്കൗണ്ട് ഒന്നും കിട്ടത്തില്ല. അനുഭവിക്കേണ്ടതെല്ലാം നല്ല രീതിയിൽ തന്നെ അനുഭവിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്നലെ നമ്മൾ ഒരുപാട് നാൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊന്നും അങ്ങനല്ല, ഇങ്ങനെയാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ തൊട്ടറിയുന്നത് എന്താണ് അതാണ് സത്യം. ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണോ അതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ന് തൊട്ടറിയുന്നതാണ് സത്യം. അപ്പോൾ നാളെ എന്താണോ ഇന്നിപ്പം നല്ല എന്ന് പറയാൻ ചിലപ്പോൾ നാളെ പന്ന സാധനമായിരിക്കും, ചീത്ത സാധനമായിരിക്കും. അത് കഴിഞ്ഞ് മറ്റന്നാൾ ചിലപ്പോൾ അത് തന്നെ നല്ലതുമോ. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ ടെസ്റ്റിങ് രീതി വരുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിങ് യന്ത്രങ്ങൾ കൊള്ളാഞ്ഞിട്ടാണോ അതോ ഇനി ഇവർ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ നമ്മളെ പറ്റിക്കുവാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങൾ സെലക്ട് ചെയ്താലും, നമ്മുടെ ജീവിതത്തിൽ സെലക്ട് ചെയ്താലും എന്ത് കാര്യങ്ങളും നമ്മൾ സ്വയമേ നമുക്കത് തോന്നണം, എക്സ്പീരിയൻസ് ചെയ്യണം, അത് കൊള്ളാം.